The ratio between annual incomes of A and B is 5:4 and between their expenditures is 4:3. If at the end of the year A and B save rupees 400 and 500 respectively, then the income of A is. ക്വസ്റ്റ്യനിൽ എയുടെയും ബിയുടെയും ആനുവൽ ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അവരുടെ ഫൈനൽ സേവിങ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകമാണ് ചോദ്യം. ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, ഇൻകം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിന് ആദ്യം നമ്മൾ ഇൻകത്തിൻ്റെ റേഷ്യോ എഴുതും. ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 5:4 ആണ്. ദെൻ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 4:3 ആണ്. പിന്നെ ഫൈനൽ സേവിങ്സ് പറഞ്ഞിരിക്കുന്നത് 400 റുപ്പീസ് 500 റുപ്പീസ് ആണ്. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, 5 × 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 × 3 15, 4 × 4 16. ഇനി ഇവിടെ താഴെ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 4 × 500 2000, 400 × 3 1200. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 15ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 16 - 15 1 ആണ്. ആ 1 ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്, 1x. 1200ഉം 2000 ഡിഫറൻസ് എത്രയാണ്? 800. എക്സിൻ്റെ വാല്യൂ 800 എന്ന് കിട്ടി. റേഷ്യോ ആയിട്ട് നമുക്കറിയാമല്ലോ, റേഷ്യോ എത്രയായിരുന്നു? 5x-ഉം 4x-ഉം ആണ്. എയുടേത് 5x, ബിയുടേത് 4x ആണ്. നമ്മൾ ചോദ്യം ഇൻകം ഓഫ് എ ആണ്. ഇൻകം ഓഫ് എ എത്രയാണ്? 5 × എക്സിൻ്റെ വാല്യൂ 800, 4000. ഇനി ക്വസ്റ്റ്യൻ ബിയുടെ ആണെങ്കിൽ എങ്ങനെയാണ്? ബിയുടെ ഇൻകം 4 × എക്സ് 800 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3200. The ratio between annual incomes of A and B is 3:5 and their expenses are in the ratio 1:5. If each saves rupees 100, then find their income. എയുടെയും ബിയുടെയും ആനുവൽ ഇൻകത്തിൻ്റെ റേഷ്യോ 3:5 ആണ്. എക്സ്പെൻസിൻ്റെ റേഷ്യോ 1:5 ആണ്. രണ്ടുപേരും 100 രൂപ വെച്ച്, എ 100 രൂപ സേവ് ചെയ്യുന്നുണ്ട്, ബി 100 രൂപ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെയർ ഇൻകം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതിന് ആദ്യം ഇൻകത്തിൻ്റെ റേഷ്യോ എഴുതും. ഇൻകത്തിൻ്റെ റേഷ്യോ 3:5 ആണ്. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 1:5 ആണ്. രണ്ടുപേരുടെയും സേവിങ്സ് തന്നിരിക്കുന്നത് 100 ആണ്. ഇനി എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? 3 × 5 15, 1 × 5 5. ഇവിടെ 1 × 100 100, 5 × 100 500. ഇവിടുത്തെ ഡിഫറൻസ് 400. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 15 - 5 10. അപ്പോൾ 10x ആണ്. നമുക്ക് എത്ര കിട്ടി? 400 കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 400/10, 40 ആണ് എക്സ്. രണ്ടുപേരുടെയും ഇൻകം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പം എയുടെ ഇൻകം ബിയുടെ ഇൻകം 3x-ഉം 5x-ഉം ആണ്. 3 × എക്സിൻ്റെ വാല്യൂ 40 ആണ്. 3 × 40 120. ബിയുടേത് 5x ആണ്. 5 × 40 200. അപ്പം എയുടെ ഇൻകം 120 റുപ്പീസും ബിയുടെ ഇൻകം 200 റുപ്പീസും ആണ്.